വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി 2025 ജനുവരി 2 മുതൽ ഫെബ്രുവരി 28 വരെ സംഘടിപ്പിക്കും. ഭാഗികമായോ പൂർണ്ണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം. ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക. ഷൊർണൂർ ഗണേശഗിരി സ്കൂളിൽ മോഷണം. 6 ലക്ഷം രൂപ വില വരുന്ന 14 ലാപ്ടോപ്പുകളും ഒരു മൈക്കുമാണ് മോഷണം പോയത്. സ്കൂൾ അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് ഷൊർണൂർ പോലീസും വിരലടയാള വിദഗ്ധരുമെത്തി പരിശോധന നടത്തി. വെള്ളിയാഴ്ച രാത്രിയിലാണ് മോഷ്ടാവ് എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. സ്കൂളിനകത്തു കയറിയുടൻ ഫ്യൂസ് ഊരിയാണ് മോഷണം നടത്തിയത്. ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ ഓഫീസ് മുറിയിലെ 3 പൂട്ടുകളും അറുത്തുമാറ്റിയാണ് അകത്ത് കയറിയിട്ടുള്ളത്. പിന്നീട് പ്രിൻസിപ്പലിന്റെ ടേബിളിലിരുന്ന ലാപ്ടോപ്പും സമീപത്ത് തൂക്കിയിട്ടിരുന്ന വിവിധ മുറികളുടെ താക്കോലുമെടുത്തു. ഇതിനിടയിലാണ് CCTVയുടെ ഹാർഡ് ഡിസ്ക് ശ്രദ്ധയിൽപ്പെടുന്നതും മോഷ്ടിക്കുന്നതും. അതിനുശേഷം സ്റ്റാഫ് റൂമിന്റെ പൂട്ട് തകർത്ത് അതിനകത്തു കയറി 13 ലാപ്ടോപ്പുകളും ഒരു മൈക്കും മോഷ്ടിച്ചു. പിന്നീട് ഹൈസ്കൂൾ ബ്ലോക്കിലേക്ക് കയറിയ മോഷ്ടാവ് ഓഫീസ് മുറി, IT ലാബ്, സ്റ്റാഫ് റൂം എന്നിവയുടെ പൂട്ടുകൾ തകർത്ത് അകത്ത് കയറിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. അലമാരകളെല്ലാം തുറന്നിട്ട നിലയിലായിരുന്നു. കയ്യിലുണ്ടായിരുന്ന വിവിധ ക്ലാസ് മുറികളിലെ താക്കോലുകൾ സ്കൂളിനകത്ത് തന്നെ ഉപേക്ഷിച്ച നിലയിലും കണ്ടെത്തി. സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളാണ് പൂട്ട് തകർത്ത നിലയിൽ ആദ്യം കാണുന്നത്. തുടർന്ന് അധ്യാപകരെ വിവരം അറിയിക്കുകയും പ്രിൻസിപ്പൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. വിരലടയാള വിദഗ്ധരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാവിലെ ഒരു 9 മണിയോടുകൂടി സ്കൂളിന്റെ താഴെ ഓഫീസ് മുറിയുടെയും സ്റ്റാഫ് മുറിയുടെയൊക്കെ താഴെകൾ മുറിച്ച് മാറ്റപ്പെട്ട നില കിടക്കുന്നതെന്ന് ക്ലീനിങ് സ്റ്റാഫ് വിളിച്ചു പറയും. സ്കൂളിൽ തന്നെ നോക്കുമ്പോൾ ഈ പ്രകാരം കാണുന്നു. സ്കൂളിൽ നോക്കിയ സമയത്ത് ലാപ്ടോപ്പുകൾ, ഓഫീസിൽ ഇരുന്ന ലാപ്ടോപ്പും സ്റ്റാഫ് റൂമിൽ ഇരുന്ന ലാപ്ടോപ്പുകളും പോയി. CCTVയുടെ DVR അറുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ അധ്യാപകർ ചോദിച്ചിട്ടുള്ള മൈക്ക്, അവരുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ നോക്കിയാലേ മനസ്സിലാകാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഈ കാര്യത്തിൽ നല്ല വിഷമവും പരാതിയുണ്ട്. എത്ര രൂപ നഷ്ടം? ഏകദേശം ഒരു 8 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായിട്ടാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.